കളിക്കളങ്ങളിലേക്കുള്ള എൻ്റെ യാത്ര, അല്ലെങ്കിൽ സ്റ്റേഡിയം, അതിലെ ആൾക്കൂട്ടം, ആരവം, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ ആദ്യം ഒരു വലിയ സ്റ്റേഡിയത്തിലേക്ക് ഒരു വലിയ അന്താരാഷ്ട്ര പന്തുകളി മത്സരം കാണാൻ വേണ്ടി പോവുക 83 മാർച്ചിലാണ് അത് സംഭവിച്ചത്. ഞാൻ ഇവരെ എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്തുക്കളെയും സഹയാത്രികരെയും കൊച്ചി മുതലിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ആനിമൽസ് ക്യൂ നിൽക്കുകയാണ്, നിങ്ങളൊക്കെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഗൂഡല്ലൂർ വഴിയൊക്കെയാണ് പോകുന്നത്. ആനിമൽ ക്രോസിംഗ് സോൺ, ഗോ സ്ലോ, ഡേഞ്ചർ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഡ്രൈവർ സ്ഥലത്ത് കൊണ്ട് വണ്ടി ഇങ്ങനെ നിർത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, സാർ ലങ്കൂറിൻ്റെ സൗണ്ട്, സിഗ്നൽ സൗണ്ട് കേൾക്കുന്നു. ലങ്കൂറിൻ്റെ സൗണ്ട് കേട്ടാൽ കടുവ വരുന്നുണ്ട്, അതിൻ്റെ സിഗ്നലാണെന്ന് പറഞ്ഞു. ആ കുറ്റിക്കാടിലെ ചെടികൾ ഇങ്ങനെ കുറ്റിക്കാട് 2 ഭാഗത്തേക്ക് ഇങ്ങനെ വകഞ്ഞു മാറുന്ന കാഴ്ച കാണാം. നമ്മുടെ മുന്നിൽ ജീവനുള്ളൊരു കടുവ വരികയാണ്, നല്ല ഒത്ത ഒരു കടുവ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷൈജു ദാമോദരൻ, കായിക മാധ്യമ പ്രവർത്തകനും കോളമിസ്റ്റും സ്പോർട്സ് കമൻറ്റേറ്ററുമാണ്. കഴിഞ്ഞ 1.5 ദശാബ്ദക്കാലത്തോളമായി ISL ഫുട്ബോളിലൂടെ എൻ്റെ ശബ്ദം എല്ലാ മലയാളികൾക്കും സുപരിചിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കരുതുന്നു. ഫുട്ബോളിൻ്റെ കളിക്കളത്തിലൂടെ അല്ലാതെ ഞാൻ നടത്തിയിട്ടുള്ള വേറിട്ട കുറച്ച് യാത്രാ അനുഭവങ്ങളാണ് ഈ പരിപാടിയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇതേവരെ ഞാൻ നടത്തിയിട്ടുള്ള രസകരങ്ങളായ യാത്രകൾ എല്ലാം ഒരുമിച്ച് ചേർത്ത് പറയുക എന്ന് പറഞ്ഞാൽ അത് തീർത്തും അസാധ്യമാണ്. എങ്കിലും തിരഞ്ഞെടുത്ത കുറേ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കുറേ നല്ല യാത്രകളാണ് ഞാൻ നിങ്ങളുമായി ഇവിടെ ഈ പരിപാടിയിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനാദ്യം തന്നെ ഞാൻ പറയട്ടെ, എന്നെ നിങ്ങൾക്ക് പരിചിതം കളിക്കളങ്ങളിൽ നിന്നും ഉയരുന്ന ശബ്ദത്തിലൂടെ ആയിരിക്കും. കളിക്കളങ്ങളും ഞാനും, അത് ഫുട്ബോൾ ആയിക്കോട്ടെ ക്രിക്കറ്റ് ആയിക്കോട്ടെ, കളിക്കളങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം അതാണ് നിങ്ങളെയും എന്നെയും അടുപ്പിക്കുന്നത് എന്നെനിക്കറിയാം. അതുകൊണ്ട് കളിക്കളത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്നതായിരിക്കും അതിൻ്റെ ഈ പരിപാടിയുടെ ഒരു ഭംഗി, അതിൻ്റെ ഒരു വൈകാരികമായ ഒരു തുടക്കം അവിടെ നിന്ന് തന്നെ ആവട്ടെ. ഒരു പക്ഷേ ഈ നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തും ഒരുമാതിരിപ്പെട്ട എല്ലാ കളിക്കളങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്, സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ ഔദ്യോഗിക കാര്യങ്ങൾക്കായി ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ കളിക്കളങ്ങളിലേക്കുള്ള എൻ്റെ യാത്ര, അല്ലെങ്കിൽ സ്റ്റേഡിയം, അതിലെ ആൾക്കൂട്ടം, ആരവം, ഇതൊക്കെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ അനുഭവിച്ചത് എപ്പോഴായിരിക്കും? 1983. ഒരുപക്ഷെ കേരള ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഇപ്പോഴും എല്ലാവരുടെയും ഓർമ്മകളിൽ പച്ച പിടിച്ചിരിക്കുന്നൊരു വർഷമാണ് 82-83. കാരണം നെഹ്റു ഇൻവിറ്റേഷണൽ ഇൻ്റർനാഷണൽ ഗോൾഡ് കപ്പ് ആദ്യത്തെ 2 വർഷവും കൊച്ചിയിലാണ് നടന്നത്. 83-ലും 82-ലും 83-ലും കൊച്ചിയിലായിരുന്നു. അതിൽ 83-ൽ കൊച്ചിയിൽ 2ാം തവണ നെഹ്റു ഗോൾഡ് കപ്പ് അന്താരാഷ്ട്ര ഫുട്ബോൾ നടക്കുമ്പോൾ മത്സരം കാണാൻ വേണ്ടി നമ്മുടെ മഹാരാജാസ്, എറണാകുളത്തെ മഹാരാജാസ് കോളേജ് സ്റ്റേഡിയത്തിൽ അന്ന് കെട്ടിയുണ്ടാക്കിയ ചൂളമര ഗാലറിയാണ്. മഹാരാജാസ് കോളേജ് സ്റ്റേഡിയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മാത്രമാണ് പെർമനൻ്റ് ഗാലറി ഉള്ളത്. കിഴക്കും വടക്കും തെക്കുമെല്ലാം അന്ന് ചൂളമര ഗാലറിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് കൊച്ചിയിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൻ്റെ വലിപ്പം കണ്ട് കണ്ണ് ചിമ്മുന്ന നമ്മൾ അന്ന് 83-ൽ മഹാരാജാസ് ഗ്രൗണ്ടിൽ, അല്ലെങ്കിൽ 73-ലും 83-ലും ഒക്കെ മഹാരാജാസ് ഗ്രൗണ്ടിലെ ഇതിനേക്കാൾ വലിയ ചൂളമര ഗാലറി കണ്ടിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് 1983-ൽ നെഹ്റു കപ്പ് കൊച്ചിയിൽ നടന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ ആദ്യം ഒരു വലിയ സ്റ്റേഡിയത്തിലേക്ക് ഒരു വലിയ അന്താരാഷ്ട്ര പന്തുകളി മത്സരം കാണാൻ വേണ്ടി പോവുക, അത് കാണുക 83 മാർച്ചിലാണ് അത് സംഭവിച്ചത്. ഇറാനും കാമറൂണും തമ്മിലുള്ള അന്നത്തെ ആ കൊച്ചി നെഹ്റു കപ്പിലെ ഒരു മത്സരം, അതാണ് ഞാൻ ആദ്യമായി എൻ്റെ ജീവിതത്തിൽ ആദ്യമായി. എനിക്ക് തോന്നുന്നു 83 എന്ന് പറയുമ്പോൾ ഞാൻ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ആണെന്ന് പഠിക്കുന്നത്. 5ാം ക്ലാസ് വിദ്യാർത്ഥിയോ 6-ലോ ആണെന്ന് പഠിക്കുന്നത്, സ്കൂൾ വിദ്യാർത്ഥി, UP സ്കൂൾ വിദ്യാർത്ഥി. അന്ന് വൈപ്പിനിലാണ് താമസം. എൻ്റെ അമ്മാവൻ്റെ ഒപ്പമാണ്. എൻ്റെ അമ്മാവൻ ഷാജി PK ഷാജി എന്ന് പറയുന്ന എൻ്റെ അമ്മാവൻ്റെ കൈപിടിച്ച് അമ്മാവൻ്റെ സുഹൃത്തുക്കളുടെ ഒപ്പമാണ് ഞാൻ ആദ്യമായി എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സ്റ്റേഡിയത്തിൽ ഒരു ഫുട്ബോൾ മത്സരം നടക്കുന്നു, അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം നടക്കുന്നു. അത് കാണുന്നു. ആ സ്റ്റേഡിയത്തിലെ ആരവത്തിൻ്റെ ഒരു ഫീൽ, അല്ലെങ്കിൽ മേലെ ഇരുന്ന് താഴേക്ക് നോക്കുമ്പോൾ ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു പേടിയുണ്ട്, അമ്പരപ്പുണ്ട്, ആശ്ചര്യമുണ്ട്, സന്തോഷമുണ്ട്, ഇതെല്ലാം കലരുന്ന ഒരു ഫീലാണ് അന്ന് എനിക്ക് കിട്ടിയത്. അപ്പം അതിലുപരി ഞാനന്നൊരു ചെറിയ പയ്യനായതുകൊണ്ട് തന്നെ പല താല്പര്യങ്ങളാണ്. അപ്പം
ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മാവൻ്റെ ഒപ്പമാണ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ ഒപ്പമാണ് കളി കാണുന്നത്, ഒരുമിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ കപ്പലണ്ടി, പോപ്കോൺ, ഭക്ഷണം, ഐസ്ക്രീം, ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അത് വാങ്ങിച്ച് തിന്നുന്ന ശ്രദ്ധ ഒരു ഭാഗത്ത്, ഈ കളിക്കളത്തിലേക്കുള്ള ശ്രദ്ധ മറുഭാഗത്ത്. സോ എല്ലാം കൂടി കലർന്ന ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് എൻ്റെ ആദ്യത്തെ സ്റ്റേഡിയം യാത്ര. എടുത്തു പറയേണ്ടത് വൈപ്പിനിലെ ബോട്ട് യാത്ര. അന്ന് വൈപ്പിനിൽ നിന്നും ബോട്ട് മാർഗം, ഇന്നത്തെ ഗോശ്രീ പാലമൊന്നും അന്നില്ല, അന്ന് വൈപ്പിനിൽ നിന്നും ബോട്ട് മാർഗം വേണം എറണാകുളത്തേക്ക് വരാൻ. അപ്പോൾ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ചിന്തകൾ, തിരിച്ച് വീണ്ടും ബോട്ടിൽ കയറി വീട്ടിലേക്ക് പോകുമ്പോൾ കണ്ട കാഴ്ചകളെക്കുറിച്ചുള്ള ആ ഒരു ആശ്ചര്യം, മനസ്സിൽ നിറഞ്ഞ ഓർമ്മ, രസകരമായൊരു അനുഭവമായിരുന്നു എല്ലാ അർത്ഥത്തിൽ. സോ എൻ്റെ സ്റ്റേഡിയങ്ങളിൽ നിന്ന് സ്റ്റേഡിയങ്ങളിലേക്കുള്ള ഷൈജു ദാമോദരൻ്റെ പ്രയാണത്തിൻ്റെ യഥാർത്ഥ തുടക്കം was in 1983 നെഹ്റു ഇന്റർനാഷണൽ ന്യൂട്രീഷണൽ ഗോൾഡ് കപ്പ് ഇൻ കൊച്ചി. കളിക്കളങ്ങളുടെ ആരവത്തിൽ നിന്നും നിങ്ങളെ ഞാനിനി കൂട്ടിക്കൊണ്ടു പോകുന്നത് കാടിൻ്റെ നിശബ്ദതയിലേക്കും കാടിൻ്റെ വന്യതയിലേക്കുമാണ്. സ്ഥിരമായിട്ടല്ലെങ്കിൽ പോലും സമയം കിട്ടുമ്പോഴൊക്കെ കാട്ടിലേക്കുള്ള യാത്രകൾ, വന്യജീവികളെ കാണാനുള്ള ഇഷ്ടം, ഇതെല്ലാം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ് നിങ്ങളെപ്പോലെ ഞാനും. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത 1-2 നല്ല വനയാത്രാ അനുഭവങ്ങളാആണ് ഞാൻ കളിക്കളത്തിൽ നിന്ന് നേരെ നിങ്ങളെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് എന്ന് പറഞ്ഞത്. അതൊന്ന് 2011 എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് എൻ്റെ ഒരു കൊച്ചിയിലുള്ള എൻ്റെ സുഹൃത്ത് സംഘം, ഞാൻ ഉൾപ്പെടെ 5 പേരാണ്. അവർ ബന്ദിപ്പൂർ, കർണാടകത്തിലുള്ള ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൽ ഇങ്ങനെ അവർ വന്യജീവി, ആ വരുന്നവരിൽ 4 പേരിൽ 3 പേരും ഫോട്ടോഗ്രാഫേഴ്സാണ്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ കമ്പമുള്ള ആളുകളാണ്. അപ്പോൾ അവർ എന്നെയും കൂട്ടി പോവുകയാണ്. അപ്പം ഇതിനകത്ത് ഒരാൾ സുധിനൊഴിച്ച് വേറെ ഞാനും സുധിനും മാത്രമാണ് ഇതിനകത്ത് ഫോട്ടോഗ്രാഫി കമ്പമില്ലാത്തവർ. സുധിനാണെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും വണ്ടി ഓടിച്ചോളൂ. ഞാൻ വണ്ടി ഓടിക്കില്ല, ഫോട്ടോഗ്രാഫിയിൽ കമ്പവുമില്ല. ഇവർ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഇങ്ങനെ എന്നാൽ പോയേക്കാം എന്നുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഈ ബന്ദിപ്പൂർ യാത്രയുടെ ഒരു 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 പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് നടത്തുന്ന ഫുൾ ഫ്ലെഡ്ജ്ഡ് ശരിക്കും ഒരു വൈൽഡ്, ഒരു നാഷണൽ പാർക്കിൻ്റെ അകത്തേക്ക്, ഒരു വന്യജീവി സങ്കേതത്തിൻ്റെ ഉള്ളിലേക്ക് നടത്തുന്ന ആദ്യത്തെ ഫുൾ ഫ്ലെഡ്ജ്ഡ് യാത്രയാണ്. പിന്നീടാണ് ഒരുപാട് യാത്രകൾ അതേപോലെ പോയത്. ഈ യാത്രയുടെ ഒരു തിരിച്ചറിവാണ് പിന്നീടുള്ള യാത്രയിലേക്ക് പ്രചോദകമായത്. അപ്പോൾ ഇത് ആദ്യ യാത്ര ആയതുകൊണ്ട് ഞാൻ ഇവരെ, ഈ എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്തുക്കളെയും സഹയാത്രികരെയും കൊച്ചി മുതലിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ആനിമൽസ് ക്യൂ നിൽക്കുകയാണ്, നിങ്ങളുടെയൊക്കെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഗൂഡല്ലൂർ വഴിയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ആനിമൽ ക്രോസിംഗ് സോൺ, ഗോ സ്ലോ, ഡേഞ്ചർ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡ് കാണുമ്പോൾ ഞാൻ പറയും ബോർഡ് മാത്രമേ ഉള്ളൂ, ആനിമൽസിനൊന്നും കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ കളിയാക്കുകയാണ്. അപ്പോൾ അന്ന് ആ യാത്രയ്ക്ക് എന്നെ കൊണ്ടുപോകാൻ കാരണക്കാരനായ സുഹൃത്ത് ഇന്നത്തെ കേരള നിയമസഭയിലെ ഒരു MLA കൂടിയാണ്. കുന്നത്തുനാട് MLA ആയ അഡ്വക്കേറ്റ് PV ശ്രീനിജൻ ആണ് ആദിൽ. അദ്ദേഹത്തിന് ഫോട്ടോഗ്രാഫി കമ്പമുള്ള ആളാണ്, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒരുപാട് നിരവധി ഫോട്ടോ എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർബന്ധമാണ് ഞാനും ഈ യാത്രാ സംഘത്തിൻ്റെ ഒപ്പം ചേരാൻ കാര്യം. അപ്പോൾ എല്ലാവരെയും, ശ്രീനി ഉൾപ്പെടെ എല്ലാവരെയും ഞാനിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനം ഞങ്ങളവിടെ ബന്ദിപ്പൂർ എത്തിച്ചേരുന്നു, ആ വന്യജീവി സങ്കേതത്തിൻ്റെ കവാടത്തിൽ എത്തിച്ചേരുന്നു. അപ്പം ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് രാത്രി ട്രാവൽ ചെയ്ത് പുലർച്ചെയാണ് അവിടെ എത്തുന്നത്. പുലർച്ചെ എത്തുമ്പോൾ എൻ്റെ ധാരണ, ഇപ്പോൾ നമ്മൾ പുലർച്ചെ എത്തി, നമ്മൾ പല്ലൊക്കെ തേച്ച് ബ്രഷൊക്കെ ചെയ്ത് നമ്മൾ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കിടന്നുറങ്ങും. പിന്നെ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമായിരിക്കും കാട്ടിൽ പോവുക. അതങ്ങനെയൊന്നുമല്ല. അപ്പോൾ നേരെ അവിടെ ചെല്ലുന്നു, ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവുന്നു. അപ്പം തന്നെ വിത്തിൻ ഒരു 10-15 മിനിറ്റ്സ് നമ്മൾ ജീപ്പിൽ കാടിൻ്റെ അകത്തേക്ക് സഫാരിക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവരെ ചീത്ത വിളിക്കുകയാണ്, നിങ്ങൾക്കിത് വിശ്രമിച്ചിട്ട് പോയാൽ പോരെ, റെസ്റ്റ് വേണ്ടേ ജീവിതത്തിൽ, റെസ്റ്റ് ഇല്ലാണ്ട് ഇതിനെ കാട്ടി പോകുന്നു. അപ്പോൾ ഇവർക്ക് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരുടെ ഒരു പാഷൻ ഉണ്ടല്ലോ അവർ ചെയ്യുന്ന കാര്യത്തിൽ, അപ്പോൾ അതൊന്നും നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ വീണ്ടും ഇവരെ പകുതി ചീത്ത വിളിക്കുന്നു, ശകാരിക്കുന്നു, പകുതി കളിയാക്കുന്നു, അങ്ങനെയാണ്. ബജറ്റ് ട്രാവലേഴ്സിനും ആദ്യമായി വിദേശ ടൂറിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ ഇതാ സുവർണാവസരം. സഞ്ചാരം ഒരുക്കുന്ന തായ്ലൻഡ് ടൂർ. ബാങ്കോക്ക്, പട്ടയ, ടൈഗർ സൂ, കോറൽ ഐലൻഡ്, നൂങ് നൂച്ച് ഗാർഡൻസ്, മറൈൻ പാർക്ക്, സഫാരി വേൾഡ്, പുരാതന CM പട്ടണം, ഇന്ദിര മാർക്കറ്റ് തുടങ്ങിയ ഡെസ്റ്റിനേഷനുകൾ, പ്രശസ്തമായ അൽകാസർ ഷോ, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, ബീച്ച് വിനോദങ്ങൾ, ബോട്ട് റൈഡ്, സ്പീഡ് ബോട്ട് യാത്ര എന്നിവയെല്ലാം ആസ്വദിക്കാം. ഫുഡ് സ്ട്രീറ്റുകളും നൈറ്റ് മാർക്കറ്റുകളും സന്ദർശിക്കാം. ത്രില്ലിംഗ് തായ്ലൻഡ്. തായ്ലൻഡിൽ 4 പകലും 3 രാത്രിയും. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും സന്ദർശിക്കുക sanjaram.com. ഫോൺ
7591966600. ഇപ്പോൾ ബന്ദിപ്പൂർ വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞാൽ കർണാടകത്തിൽ മൈസൂരിലും ചാമരാജ് നഗർ ജില്ലയിലുമായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്നു. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 850-ലേറെ ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു വന്യജീവി സങ്കേതമാണ്. ഇന്ത്യയിലെ കടുവ പോപ്പുലേഷനിൽ 2ാം സ്ഥാനമുള്ള സ്ഥലമാണ് ബന്ദിപ്പൂർ. അപ്പോൾ അതുകൊണ്ട് ബന്ദിപ്പൂർ കടുവ സൈറ്റിംഗ് പോയാൽ കടുവ സൈറ്റിംഗ് കിട്ടുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതൊക്കെ എൻ്റെ കേട്ടറിവുകളാണ്. അന്ന് ഞാൻ അറിഞ്ഞറിഞ്ഞ് വരുന്നേ ഉള്ളൂ. എങ്കിലും ഇങ്ങനെ ജീപ്പ് സഫാരി ഡ്രൈവറുടെ പേര് ഞാൻ ഓർക്കുന്നു, മഹാദേവ് എന്ന ഡ്രൈവറാണ് നമ്മുടെ ജീപ്പ് നമ്മളെ കൊണ്ടുപോകുന്ന ആൾ. കാടിൻ്റെ അകത്ത് പോകുന്നു. ഫോട്ടോഗ്രാഫേഴ്സ് ഇങ്ങനെ അവരുടെ ക്യാമറയൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുകയാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കാട്ടിൽ സ്വാഭാവികമായി കാണുന്ന കാട്ടുകോഴികൾ, എന്താ പറയുക, കാട്ടിലെ കുരങ്ങുകൾ, ലങ്കൂർ, മാനുകൾ, അങ്ങനെ ചെറിയ ചെറിയ മൃഗങ്ങളെയൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ സോക്കോൾഡ് ഒരു ബിഗ് ആനിമൽ, ദ ബിഗ് വൺ, അത് ഇതേവരെ കണ്ടിട്ടില്ല. അപ്പം ഞങ്ങൾ പോകുന്നതിന് മുൻപ് അവിടെ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെച്ച് പരിചയപ്പെടുന്നു നോർത്ത് ഇന്ത്യൻസ്, ഏതോ രാജസ്ഥാനിൽ നിന്ന് വന്ന ഒരു വലിയൊരു ഗ്രൂപ്പ്. അവർ ഒരാഴ്ചയായിട്ട് അവിടെ താമസിക്കുകയാണ് ജസ്റ്റ് ഒന്ന് ടൈഗറിനെ സൈറ്റ് ചെയ്യാൻ. അപ്പം ഇതും കൂടെ കേട്ടതോടെ ഞാൻ എൻ്റെ കളിയാക്കലിൻ്റെ ആ ഒരു ഇത് കൂടി. കാരണം ഞാൻ പറയാനല്ലോ, അവർ വന്നിട്ട് ഒരാഴ്ചയായിട്ട് കടുവയെ കണ്ടിട്ടില്ല. പിന്നെയാണ് നമ്മൾ ജസ്റ്റ് വന്ന് 10 മിനിറ്റിനുള്ളിൽ കടുവ നമ്മുടെ മുന്നിൽ വരികയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇവരെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോയി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാമളിക്കാലറ എന്ന് പറയുന്ന സ്ഥലം എത്തുകയാണ്. അപ്പം ഓൾറെഡി യാത്ര തുടങ്ങിയിട്ട് ഒരു 35-40 മിനിറ്റ് ആയി. കാടിൻ്റെ ഉള്ളിലൂടെ ജീപ്പ് ഇങ്ങനെ മെല്ലെ ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ മെല്ലെ മുരണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഡ്രൈവർ സ്ഥലത്ത് കൊണ്ട് വണ്ടി ഇങ്ങനെ നിർത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, സാർ ലങ്കൂറിൻ്റെ സൗണ്ട്, സിഗ്നൽ സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ ഇങ്ങനെ ലങ്കൂർ എന്ന് വെച്ചാൽ ഒരുതരം മങ്കി കാറ്റഗറിയിൽ പെടുന്ന ആനിമലാണ്. ലങ്കൂറിൻ്റെ സൗണ്ട് കേട്ടാൽ കടുവ വരുന്നുണ്ട്, അതിൻ്റെ സിഗ്നലാണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. ലങ്കൂർ സിഗ്നൽ തരുന്നു, എന്തെല്ലാം കാട്ടിൻ്റെ ഉള്ളിൽ എന്തെല്ലാം പരിപാടികളാണ്. ഇല്ല സാർ, സീരിയസ് ആണ്. അപ്പോൾ ഡ്രൈവർ വണ്ടി നിർത്തുന്നു. ഇത് വണ്ടി പോകുന്ന ട്രാക്ക്, ഈ ട്രാക്കിൻ്റെ റൈറ്റ് സൈഡിൽ കുറച്ച് ദൂരം ഒരു 15 മീറ്റർ, ഒരു മാക്സിമം ഒരു 15-20 മീറ്റർ അപ്പുറത്തൊരു ചെറിയ പോണ്ട്, ഒരു കുളമുണ്ട്, ഒരു പകുതി വെള്ളം നിറഞ്ഞു നടക്കുന്ന ഒരു കുളം. അപ്പോൾ ഇതിലേക്ക് അങ്ങനെ, അപ്പം സാർ അങ്ങോട്ട് നോക്കൂ, എല്ലാവരും ആരും മിണ്ടല്ലേ, ആരും ശബ്ദം ഉണ്ടാക്കല്ലേ, ബി സൈലൻറ്റ്. അപ്പം നമ്മുടെ സഫാരി ഡ്രൈവർ പറഞ്ഞതനുസരിച്ച് എല്ലാവരും സൈലൻ്റ് ആവുന്നു. അപ്പോൾ എല്ലാവരും ക്യാമറയൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുകയാണ്. നമ്മുടെ കയ്യിൽ ആപ്പാടെ ഉള്ളത് കുഞ്ഞു മൊബൈലാണ്. അപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ അതിൻ്റെ അപ്പുറത്ത്, കുളത്തിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ എന്താ പറയുക, കുറ്റിക്കാടാണ്, പുല്ലൊക്കെ വളം നിൽക്കുന്ന കുറ്റിക്കാടാണ്. ആ കുറ്റിക്കാടിലെ ചെടികൾ ഇങ്ങനെ, കുറ്റിക്കാട് 2 ഭാഗത്തേക്ക് ഇങ്ങനെ വകഞ്ഞു മാറുന്ന കാഴ്ച കാണാം. നമ്മുടെ മുന്നിൽ ഒരു 15 മീറ്റർ അപ്പുറേ നമ്മുടെ മുന്നിൽ ജീവനുള്ളൊരു കടുവ വരികയാണ്. നല്ല ഒത്ത ഒരു കടുവ വരുന്നു. കുളത്തിലിറങ്ങി ഇങ്ങനെ കൈ രണ്ടും ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നീട്ടി വെച്ച് ഇങ്ങനെ നാക്ക് നീട്ടി വെള്ളം കുടിക്കുന്നു. എന്നിട്ട് നാക്ക് നീട്ടി വെള്ളം കുടിക്കുമ്പോഴേക്കും നമുക്ക് കട്ടർ സൈലൻസ് ആണ്. ഈ ക്യാമറയുടെ ക്ലിക്ക് 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 ആ സൗണ്ട് മാത്രമാണ് കേൾക്കുന്നത്. ഇവരിങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സിന് കിട്ടിയ സുവർണാവസരമല്ല, അവരങ്ങോട്ട് ചാമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ആകപ്പാടെ നമുക്ക് കിട്ടുന്നത്, ഈ സൗണ്ട്. അതല്ലാതെ വേറെ ഒന്നും. പിന്നെ കാടിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ, പിന്നെ ക്ലിക്കിൻ്റെ ശബ്ദവും. ഈ കടുവ വെള്ളം കുടിക്കുന്നു. പിന്നെ ഇങ്ങനെ നേർക്ക് നിന്ന് കണ്ണിൽ നോക്കുകയാണ് ഗൗരി. ഒരു കാലത്ത് ബന്ദിപ്പൂർ കാടിനെ അടക്കി ഭരിച്ചിരുന്ന കടുവ രാജ്ഞിയാണ് അത് ഗൗരി എന്നൊക്കെ പിന്നീടാണ് എനിക്കത് മനസ്സിലാവുന്നത്. ഇത് ഇന്ന കടുവയാണ്. ഗൗരി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കാടുകളിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് റെസ്പെക്റ്റഡ് ടൈഗ്രസ് ആയിരുന്നു. ഇന്ന് ഗൗരി ജീവിച്ചിരിപ്പില്ല. അത് ജീവിച്ചിരുന്ന കാലം അത്രയും ബന്ദിപ്പൂരിൻ്റെ റാണിയായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ 15 മുതൽ 20 മിനിറ്റ് വരെ ഈ കടുവ ആ കുളത്തിൻ്റെ കരയിൽ ഇങ്ങനെ വെള്ളം കുടിച്ചതിന് ശേഷം വിശ്രമിക്കുകയാണ്. ഇപ്പോഴൊക്കെ ആ സമയത്തൊക്കെ ഫോട്ടോകൾ ഇങ്ങനെ ഫോട്ടോഗ്രാഫേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡ്രൈവർ തന്നെ പിന്നീട് പറഞ്ഞു, ഏറിയാൽ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ്, അത് തന്നെ വലിയ മഹാഭാഗ്യം അത് കിട്ടിയാൽ കടുവയുടെ സൈറ്റിംഗ്. ഇത് നിങ്ങൾക്ക് 15 മിനിറ്റ് കടുവ സൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രയും ഭാഗ്യമുള്ളവരാണ് എന്ന് ഈ മഹാദേവൻ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഒന്ന് ആലോചിച്ച് നോക്കുക, കടുവയുടെ ആ ബോഡിയുടെ ടെക്സ്ചർ. രാവിലെയാണ് നമ്മൾ പോകുന്നത്, ഏർലി മോർണിംഗ് അല്ലേ,
അപ്പോൾ ഏർലി മോർണിംഗിലെ ലൈറ്റ് അടിച്ചിട്ട്, ആ സ്ലാൻഡിങ് ലൈറ്റ് അടിച്ചിട്ട് കടുവയുടെ സ്കിന്നിങ്ങനെ തിളങ്ങാണ് ഗോൾഡൻ കളറിൽ. ആ ഗോൾഡനും പിന്നെ ബ്ലാക്ക് വരെയൊക്കെ എന്ത് മനോഹരമാണ്. പട്ടുപോലെ തിളങ്ങുന്ന എന്താ പറയുക ശരീരം എന്നൊക്കെ പറയുന്നത് കടുവയുടെ സ്കിന്നാണ് എന്ന് ഞാൻ പറയും. പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാ ശൗര്യവും ആ ഒത്തിണങ്ങിയ കടുവയുടെ ആ മുഖം അല്ലെങ്കിൽ ആ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ കടുവ 15 മീറ്റർ അകലെ നിന്ന് ഒരൊറ്റ ജമ്പ് ചെയ്താൽ നമ്മുടെ ജീപ്പിനടുത്തെത്തി. അത്രയും അടുത്താണ് ഞങ്ങൾ. എന്നിട്ട് പോലും കടുവ ഒരിക്കൽ പോലും ഒന്ന് മുരളുകയോ അല്ലെങ്കിൽ ആക്രോശിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ഗർജിക്കുകയോ ഒന്നുമില്ല. ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നു ആ കുളത്തിൻ്റെ അപ്പുറത്തെ കരയിലൂടെ. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞ് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞ് അപ്പുറത്തെ കരയിലൂടെ വന്ന് ഞങ്ങളുടെ ജീപ്പിന് ഒരു 10 മീറ്റർ മുന്നിൽ കൂടെ ഈ ട്രാക്ക് ക്രോസ് ചെയ്ത് മുറിച്ച് കടന്ന് ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് കാടിൻ്റെ ഉള്ളിലേക്ക് പോയി മറിയുന്നു. ഈ കടുവ പോകുന്ന വഴിയുടെ തൊട്ടപ്പുറത്ത് ഒരു കൂട്ടം കേഴമാനുകൾ നിൽക്കുന്നുണ്ട്. സാധാരണ നമ്മൾ പറയില്ലേ കടുവ മറ്റ് ആനിമൽസ് പ്രത്യേകിച്ച് മാനിനെ കണ്ടാൽ അപ്പം തന്നെ ചാടി പിടിച്ച് അതിനെ ആക്രമിക്കുന്നു, ഒന്നുമില്ല. അവരെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ണെടുത്ത് നോക്കി മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവാണ്. ദാറ്റ് മീൻസ് അപ്പോൾ ചോദിച്ചു, ഇതാണ് കടുവയുടെ ഒരു മെജസ്റ്റിക് ലിവിങ് സ്റ്റൈൽ. അതായത് കടുവ ഇരപിടിച്ച് കടുവയുടെ വയറ്റിൽ ആഹാരം, ഭക്ഷണം, കടുവയ്ക്ക് ആവശ്യമായ, മൃഗത്തിന് ആവശ്യമായ ഭക്ഷണം ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് എന്താ പറയുക ആവശ്യമില്ലാത്തത് തൊടില്ല, ആവശ്യമില്ലാത്തത് എടുക്കില്ല എന്നുള്ള നമ്മുടെ ശരിക്കും മനുഷ്യൻ്റെ ചോദനകൾക്ക് എന്താ ഓപ്പോസിറ്റ്. മനുഷ്യൻ എത്ര കിട്ടിയാലും മതിയാവാത്ത ആർത്തിയാണ് മനുഷ്യന്, അതല്ല മൃഗം എന്ന് ഒരിക്കൽ കൂടി അല്ലെങ്കിൽ ആദ്യമായി നേരിട്ട് പഠിപ്പിക്കുകയായിരുന്നു കാട്ടിലെ ഈ പറഞ്ഞ പോലെ ബന്ദിപ്പൂരിലെ റാണിയായ ഗൗരി എന്ന കടുവ. ഇതൊക്കെ ഞാൻ പിന്നീട് ഗ്രീൻ ലീഫ് എന്ന് പറയുന്ന മാഗസിനിൽ, വൈൽഡ് ലൈഫ് മാഗസിനിൽ ഞാൻ തന്നെ പിന്നീട് യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട്. ഗൗരിയെ കണ്ട കാര്യവും ബന്ദിപ്പൂരിൻ്റെ വനദേവത മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതും അനുഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരുതരം അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ കളിക്കളങ്ങളിലെ യാത്രകളെക്കാൾ കൂടുതൽ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അവിസ്മരണീയ യാത്രകളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതാണ് 2011 നടത്തിയ ബന്ദിപ്പൂരിലേക്ക് നടത്തിയ ഈ യാത്രയും ബന്ദിപ്പൂരിൻ്റെ വനദേവതയായിരുന്ന ഗൗരി എന്ന പെൺകടുവയെ എല്ലാ പ്രതാപത്തോടും കൂടി നേരിട്ട് കാണാൻ കിട്ടിയ ആ അവസരവും. കാട്ടിലേക്കുള്ള രസകരവും അവിസ്മരണീയമായ യാത്രകളെക്കുറിച്ച് പറയുമ്പോൾ ഒരു യാത്ര കൂടെ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയണം. അത് കർണാടകത്തിൽ തന്നെയുള്ള കബനി വൈൽഡ് ലൈഫിലേക്കുള്ള യാത്രയാണ്. ശരിക്കും നാഗർഹോള വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമാണ് കബനി വൈൽഡ് ലൈഫ്. അത് എന്നെ കൂട്ടിപ്പോയത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ക്രിക്കറ്റ് മുഖാന്തരം എനിക്ക് കിട്ടിയ സുഹൃത്തുമായ അജിത് പട്ടത്താണ്. അജിത് പട്ടത്ത് ഒരു ദിവസം ഇതേപോലെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ യാത്ര പോകുന്നുണ്ട്, കബനിയിലേക്ക് വരുന്നുണ്ടോ? ഞാൻ ചാടിക്കയറി അജിത്തിൻ്റെ കാറിൽ. ഞാനും പട്ടത്തും ഉണ്ട്, പിന്നെ അജിത്തിൻ്റെ ഒരു സുഹൃത്തും ഉണ്ട്. ഇങ്ങനെ യാത്ര പോകുന്നത്. അതായത് അപ്രതീക്ഷിതമായ യാത്രയാണ്, ആകസ്മികമായിട്ടൊന്നും പ്ലാനിങ് ഒന്നുമില്ല. ചുമ്മാ തലേദിവസം രാത്രി പറയുന്നു, പിറ്റേ ദിവസം രാവിലെ വണ്ടിയായിട്ട് വരുന്നു, വീട്ടിൽ നിന്ന് പോകുന്നു. നേരെ ഇവിടം വഴി പെരിന്തൽമണ്ണ, അതുവഴി താമരശ്ശേരി വഴി, വയനാട് വഴി, മാനന്തവാടി പുൽപ്പള്ളി വഴി ബോർഡർ കടന്ന് അവിടെ പോകുന്നു. കർണാടകത്തിൻ്റെ അകത്ത് പോയി. അന്ന് വൈകിട്ട് കർണാടക വനാതിർത്തിയിൽ, കർണാടകത്തിൻ്റെ അതിർത്തിയുടെ അകത്ത് കബനി നദി കണ്ടു. അതായത് കേരളത്തിലെ ഇത്രയും നദികളുള്ള കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന ഏക നദിയാണ് കബനി. ആ നദിയെ നേരിട്ട് കണ്ടു. കബനി എങ്ങനെയാണ് കിഴക്കോട്ട് ഒഴുകുന്നതെന്ന് കണ്ടു. ഈ കബനി നദിയുടെ കിഴക്കേ കരയിലാണ് കർണാടകത്തിലെ കബനി വൈൽഡ് ലൈഫ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാഗർഹോളെ സാങ്ച്വറിയുടെ ഭാഗമാണ്. അപ്പോൾ അവിടെ വൈകിട്ട് ഒരു 5:30-6 മണി സമയത്ത്, അപ്പോൾ കർണാടക ഫോറസ്റ്റിൻ്റെ ജീപ്പിലാണ് പോകുന്നത്, അവരുടെ വാഹനത്തിലാണ്. ഒരു തുറസ്സായ ഒരു പുൽമേടാണ്. ആ പുൽമേട് നേരത്തെ ഞാൻ മറ്റേ ബന്ദിപ്പൂരിൽ പോയ കാര്യം പറഞ്ഞ പോലെയാണ്. ഇവിടെ കൊണ്ടുപോകുന്നപ്പോൾ നല്ല രസികൻ പുൽമേട്. നമ്മളൊരു ഫിലിം സോങ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു അത്രയും ആംബിയൻസ് ഉള്ള ഒരു പുൽമേടം. അപ്പോൾ ഇദ്ദേഹം എന്നെ അവിടെ കൊണ്ടുപോയിരിക്കുന്നത് ആനകളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അജിത്ത് തന്നെ കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ആനകൾ പോയിട്ട് ഒരാന പോലും ഇല്ല, എവിടെ നിങ്ങളുടെ ആനകൾ? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ മനുഷ്യൻ്റെ ഒരു സ്വഭാവ രീതി വെച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ക്ഷമ കിടും. അപ്പോൾ ഒട്ടും ക്ഷമയില്ലാത്ത ആളാണ് ഞാൻ എന്നതുകൊണ്ട് പ്രത്യേകിച്ച്. അപ്പോൾ പട്ടത്തിനെ നമ്മൾ കളിയാക്കാൻ തുടങ്ങി. എവിടെ ആനയില്ല, ഇപ്പോൾ വരും എന്ന് പറഞ്ഞു. അവസാനം കാത്തിരുന്ന് ആന വന്നപ്പോൾ ഉണ്ടായ അനുഭവം, ജീവിതത്തിൽ ഇന്നേ വരെ അത്രയും ആനകളുടെ ഇടയിൽ ഞാൻ ആ ഒരു 15-20 മിനിറ്റ് ആ പുൽമേട്ടിൽ ഞാൻ ചെലവഴിച്ച നിമിഷം ശരിക്കും പേടിച്ച് പറിച്ചെന്ന് പറഞ്ഞാൽ അത്രയും പേടി ജീവിതത്തിൽ അതിന് മുൻപും പിന്നീടും ഞാൻ അനുഭവിച്ചിട്ടില്ല. കാരണം ജീപ്പിന് ചുറ്റും ആനകളാണ്. ആന ദൂരെ നിന്ന് ഒരാന വരുന്നു, അപ്പോൾ ഒരാന വരുന്നുണ്ട്.
ആനയുടെ കൂടെ ഒന്നല്ല 2 ആനയുണ്ട്, 3 ആനയുണ്ട്, ഒരു ആനക്കൂട്ടം, ഒരു 5 ആന. ഓക്കെ 5. ഇത് പറഞ്ഞു തീരുമ്പോൾ ഇപ്പുറത്തുനിന്ന് വേറെ 8 ആന വരുന്നു, ബാക്കിൽ നിന്ന് വേറെ 10 ആന വരുന്നു. അങ്ങനെ ആ പുൽമേട്ടിൻ്റെ നടുക്ക് ജീപ്പിൻ്റെ ചുറ്റും ആനകൾ, ഒരു 10-40 ആനകൾ ഒരു ജീപ്പിനെ വലയം ചെയ്ത് നിന്ന് എങ്ങനെ ഉണ്ടാവും? ഒരു വലിയ പുൽമേട്ടിൽ നിറച്ച ആന, അതിൻ്റെ നടുവിൽ ഞങ്ങളുടെ സഫാരി ജീപ്പ്. അത് അൺബിലീവബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും കൈ പൊങ്ങൂല. മൊബൈൽ ഫോണിലാണല്ലോ ഫോട്ടോ എടുക്കുന്നത്. ഫോട്ടോ കാണാൻ കൈ വറച്ചിട്ട് പേടിച്ചിട്ട്, കാരണം ആന കുത്താനായിട്ടായും. അപ്പോൾ നമ്മുടെ ജീപ്പ് ഡ്രൈവർ ജീപ്പ് ഇങ്ങനെ എരമ്പിക്കും, അപ്പോൾ ആന ബാക്കിലേക്ക് പോകും. ആ എരമ്പം തീരുമ്പോൾ ആന വീണ്ടും വരും, അപ്പോൾ വീണ്ടും ജീപ്പ് ഡ്രൈവർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണ് ഈ ആനയും ജീപ്പും ആനയും എല്ലാം നിൽക്കുന്നത്. ഇതൊന്നും അറിയാത്ത നമ്മൾ ആനയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സഹയാത്രികനെ കളിയാക്കിയ ഞാൻ അവസാനം പേടിച്ച് ആനയെ കണ്ട് മതിയായി, വീട്ടിൽ പോയാൽ മതി എന്നുള്ള കണ്ടീഷനിലാണ് അത്രയും ആന. അപ്പോൾ നേരത്തെ ഗൗരിയെക്കുറിച്ച് പറഞ്ഞതുപോലെയാണ്, കാടിനുള്ളിൽ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത മറ്റൊരു അവിസ്മരണീയ അനുഭവമാണ് പട്ടത്തിൻ്റെ ഒപ്പമുള്ള എൻ്റെ കബനി യാത്രയും. അത് 2013 എൻ്റെ ഓർമ്മ. കബനി യാത്രയും അവിടെ എൻബഗൂറിൽ പോയിട്ട് നിറയെ ആനകളുടെ നടുവിൽ ചെലവഴിച്ചൊരു വൈകുന്നേരം. ഒടുവിൽ ഈ ആനകളൊക്കെ പിൻവാങ്ങി ആ ജീപ്പ് ഡ്രൈവർ, കർണാടക ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായ ജീപ്പ് ഡ്രൈവർ നമ്മളെ സ്വസ്ഥമായിട്ടാണ് ഈ കുടിലേക്ക്. അതും അന്ന് രാത്രി കബനിയിൽ കാട്ടിൻ്റെ ഉള്ളിൽ താമസിക്കാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. കാടിൻ്റെ ഇരുട്ട്, യഥാർത്ഥ ഇരുട്ട് എന്താണെന്ന് ഞാൻ അനുഭവിക്കുകയാണ്. കാടിൻ്റെ ഇരുട്ടാണ്, ഒരു കലർപ്പുമില്ലാത്ത ഇരുട്ട്. നമ്മൾ പറയില്ലേ പക്ക ബ്ലാക്ക് ആയിരിക്കണം, 100% ബ്ലാക്ക് നമ്മൾ പറയില്ലേ, 101% ബ്ലാക്കാണ് കാടിൻ്റെ ഇരുട്ട്. ഒന്നുമില്ല, ഒരു വെളിച്ചമില്ല, കാടിൻ്റെ ശബ്ദങ്ങൾ മാത്രം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോലും കാണാൻ പറ്റില്ല. ആ കുടിലിൻ്റെ അകത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, റാഗി ഉണ്ട, ചിക്കൻ കറിയായിരുന്നു രാത്രി ഡിന്നർ. രാത്രി മൂത്രമൊഴിക്കാനായിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല, കാരണം പുറത്തിറങ്ങിയ കരടിയുടെ ശല്യമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് ഈ ഉറങ്ങാതെ കഴിച്ചു കൂട്ടി ഒരു കണക്കിന് ഉറങ്ങി, കുത്തിയിരുന്ന് ഉറങ്ങിയോ ഉറങ്ങിയില്ല. അതെല്ലാം അൺബിലീവബിൾ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ബന്ദിപ്പൂർ അനുഭവത്തിൻ്റെ കൂടെ ചേർത്ത് വെക്കാം കബനിയിൽ പോയി ആനകളുമായിട്ടുള്ള ഈ എൻകൗണ്ടർ.